ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറി അല്ലെങ്കിൽ കൂട്ട് എലിശ്ശേരി. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചേന ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് വേണം, ഒരു ചെറിയ ബൗൾ മതി. ഏത്തക്കായ അതും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് അരപ്പിനും വേണ്ടി തേങ്ങ, കുറച്ച് വറുത്തിടാനും തേങ്ങ വേണം. അപ്പോൾ ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കടല ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ചെറുതാക്കി കീറിയിട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഓരോന്നായി ഓരോ പച്ചക്കറി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഇത്തിരി ചേന ആഡ് ചെയ്തിട്ടുണ്ട്. ചേനയും ഏത്തക്കായയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റ് എടുത്തു വെച്ചിരുന്ന ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ 3 പച്ചക്കറി കുറച്ച് ഉപ്പിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് നല്ലോണം നമ്മൾ വേവിച്ചെടുക്കാം. ഇനി അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ബൗളിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ പകുതി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി വെള്ളം ഒഴിച്ച് ഇത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചേന, ഏത്തക്കായ, ക്യാരറ്റ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇത് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ആഡ് ചെയ്യാം. കടല ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് നല്ല കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പ് അതിലിരുന്ന് നല്ലോണം തിളച്ച് കുറുകി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ഇട്ടിട്ടുണ്ട്, കണ്ടോ? ശർക്കര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരപ്പിൽ നല്ലോണം വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് താളിച്ചിടാം, വറുത്തിടാം. താളിക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി കടുക് ഇട്ട് ഉള്ളി, ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ചെറിയ ഉള്ളിയും കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് ബാക്കി വെച്ച തേങ്ങ നല്ലോണം ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറാക്കി എടുത്ത് വെച്ചിട്ട് ഇത് ലാസ്റ്റ് നമ്മുടെ കൂട്ടിൽ ഇടേണ്ടതാണ്. നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് എത്തുക. നമ്മുടെ കറിയിലേക്ക് കടുക്, ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇത് താളിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എടുത്തു വെച്ചിരുന്ന വറുത്ത് വെച്ച തേങ്ങ. വറുത്ത് വെച്ച തേങ്ങ ഇതാണ് ഈ കറിയുടെ ഏറ്റവും കൂടുതലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വറുത്ത് ഇടുക തേങ്ങ. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഈസിയാണ്. നമുക്ക് കഷ്ണങ്ങൾ എല്ലാം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് മതി ഇതെല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു.